നേപ്പാളിലെ പ്രളയത്തിൽ കുടുങ്ങിയ പയ്യന്നൂരിൽ നിന്നുള്ള 37 അംഗ വിനോദയാത്രാ സംഘം സുരക്ഷിതരെന്ന MLA വി കുഞ്ഞികൃഷ്ണൻ. വാഹനം തകരാറിലായി കാട്ടിലകപ്പെട്ട് വഴിയറിയാതെ സംഘം പ്രതിസന്ധിയിലായിരുന്നുവെങ്കിലും അടിയന്തര ഇടപെടലിലൂടെ എല്ലാവരെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. യാത്രാസംഘത്തെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും MLA അറിയിച്ചു. പയ്യന്നൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി വിനോദയാത്രയ്ക്ക് പോയ 37 സംഘമാണ് നേപ്പാളിലെ പ്രളയത്തിൽ കുടുങ്ങിയത്. വാഹനം തകരാറിലായതോടെ കാട്ടിലകപ്പെട്ട സംഘം വഴിയറിയാതെ പ്രയാസപ്പെടുന്ന വിവരം MLA വി കുഞ്ഞികൃഷ്ണൻ ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സംഘത്തിന്റെ ലൊക്കേഷനും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും കൈമാറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അടിയന്തര ഇടപെടലിലാണ് യാത്രാസംഘത്തെ കണ്ടെത്തി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. സംഘത്തിലുള്ളവരുടെ കുടുംബാംഗങ്ങളെയും വിവരം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യാത്രാസംഘത്തിലെ മുഴുവൻ പേരും സുരക്ഷിതരാണെന്നും അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞതായും MLA കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. രാത്രി തന്നെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ സൈറ്റ് ലൊക്കേഷൻ ഉൾപ്പെടെ അയച്ചു കിട്ടിയത് സർക്കാരിന് കൈമാറി ആ നിലയിലൊരു അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇടപെടൽ നടത്തുകയുണ്ടായി. തൃക്കരിപ്പൂര് മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ളവരാണ് സന്ദീപ് വാര്യറും ആ നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ഇന്നലെ പുലർച്ചെ 2-2:30 മണിയോടുകൂടി അവരെ കണ്ടെത്താനും താൽക്കാലികമായ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. നേപ്പാളിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം 37 പേരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.